കോഴിക്കോട് മനാഞ്ചിറ പാസ്കോട്ട് കമ്മ കപ്പലിറങ്ങിയ നമ്മുടെ സ്വന്തം നാട്, ചങ്ങായി മാറ്റുട്ട നാട്, ഇത് സൽക്കാര വിരുന്നുള്ള നാട്. കൊയിലാണ്ടി പയ്യോളി വടര പെരാമ്പ്ര തമശ്ശേരി ചുരമുള്ള നാട്, മിഠായി തെരുവുള്ള നാട്, ഇത് ബിരിയാണി മണമുള്ള നാട്. ബാബൂക്ക മാമൂക്ക ബേപ്പൂർ സുൽത്താൻ കുതിരട്ടം പപ്പൂന്റെ നാട്, കല്ലായി പുഴയുടെ നാട്, ഇത് അലുപാരുചിയുടെ നാട്. കോഴിക്കോട്ടങ്ങാടി 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 നമ്മുടെ കോഴിക്കോട്ടങ്ങാടി. നമ്മളെ കോഴിക്കോട്ടങ്ങാടിന്ന് ഞാനേ ഒന്ന് കോഴിക്കോട് അങ്ങാടി വരെ വന്ന. ഈ കോഴിക്കോട് അങ്ങാടിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്. ഭയങ്കര രസമാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഫുൾ കോമഡിയാണ്. ഒരു ബാലൻ രാഷ്ട്രീയക്കാരനാണ്, പിന്നെ ഒരു ജോണിക്കുട്ടി, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഇതാ കണ്ടില്ലേ ഒരാൾ വരുന്നുണ്ടല്ലേ, അതാരാന്നറിയും? ഓനാണ് പപ്പു പിള്ള. ഓൻ്റെ പിന്നാലെ പോയാൽ പലതും അറിയാൻ പറ്റും. നമുക്കൊന്ന് പോയാലോ? ബാലേട്ടാണ്ട് പോയി. ഓൻ രാവിലെ തന്നെ എങ്ങോട്ട് ഇറങ്ങിപ്പോയല്ലോ. അപ്പൊ സീമേച്ചിയോ? സീമ വയ്യപ്പുറത്താണുള്ള. അല്ലെങ്കിൽ വേണ്ട, ഇതിലോട്ട് പോണ്ട. ചെരുപ്പ് ഇവനെന്താ പുരക്ക് ചുറ്റും പരക്കം പോയിന്ന്? മനുഷ്യന് ദേവട്ട പോയി കിടക്കാന്നല്ലോ എന്റെ ബാലേട്ടാ. എന്താ പപ്പോ? ബാലേട്ടാണ്ട് പോയി. രാവിലെ ഒരു ഫോൺ വന്നപ്പോ എങ്ങോട്ടോ പോയതാ. എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞിനോ? അത് വല്ലോ എന്നോട് പറയോ? ഇവിടെ പോയാലേ പൊട്ട വരക്കാരെ. എന്താ പപ്പോ? എന്താ? ഒന്നുമില്ല, ഞാൻ മൂപ്പര് പോയി കാണട്ടെ, എന്നിട്ട് പറയാം. വല്ലാത്തൊരു കഷ്ടായി പോയി. ചെറിയ പെണ്ണേ. എന്താ? എന്തല്ല? നല്ല തന്നെ. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഒന്നും ഓക്കെ. ഇതെന്താ എനക്കൊന്ന് ഫോൺ ചെയ്താ പോരായിനോ? വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന്. എനിക്ക് നെറ്റിൽ ഫോൺ ചെയ്തുകൂടെനോ? നെറ്റ് തീർന്നിട്ട് 2 ദിവസമായി. എന്നാൽ ഞാൻ ഹോട്ട്സ്പോട്ട് ഒന്നും തരാം. ഹോട്ട്സ്പോട്ടോ? വീടൊക്കെ എടുക്കാനായി ഹോട്ട്സ്പോട്ട്. പോലെ മോനെ ചക്കപ്പൊയ്ക്ക് തിന്നിട്ട് പോവാ. നീ വെറുപ്പ് പിടിച്ചിട്ട് പോതാ. ഒന്നും അങ്ങോട്ട് നോടി. മനോട്ടാ, മനോട്ട്. മനോട്ട്. എന്താടോ? ബാലേട്ടനെ കണ്ടി നിങ്ങള്? ബാലേട്ടനോ? ഞാൻ ഇന്നലെ മരിച്ച വീട്ടിൽ പോയിട്ട് പീടി എടുക്കാൻ വങ്ങിപ്പോയി. മരിച്ച വീട്ടിൽ പോയതില്ല, നിങ്ങൾ ഇന്ന് മൂപ്പരെ കണ്ടിന്. ഇന്ന് എടോ ഇഞ്ഞോനൊന്നായിട്ടില്ലേ നടക്കല്? അണക്കോന്റെ വീട്ടിൽ പോയി നോക്കി കൂടെനോ? വീട്ടിലൊക്കെ ഞാൻ പോയി നോക്കിയതാ, നാടല്ലാന്ന്. ഓനേടെ പോയി? ഓനേടെ പോയി അതിനല്ല ഇങ്ങോട്ട് ഞാൻ ചോദിച്ചേ. നിങ്ങൾ കണ്ടിനോന്ന്? അത് ശരി. അല്ല, എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു വലിയൊരു ഒന്നുമില്ല. കാര്യം പറ. കാര്യം പറയാന്ന് പറഞ്ഞപ്പോ ഒരു മിനിറ്റേ. എന്താ? ഒരു മിനിറ്റ്. ഇത് കണ്ടങ്ങള്? ഇതപ്പോ മിണ്ടിപ്പോരതല്ല. ഓനറിഞ്ഞോ? അതിനല്ല ഞാൻ അയാളെ നോക്കി നടക്കുന്ന. ഓൻ അറിഞ്ഞോ നോക്കിയേ. ഒരക്ഷരാരോടും മിണ്ടരുതേ. ഞാനാ കാണിച്ചെന്ന് ആരോടും പറയരുതേ. കേട്ടില്ലേ? ഞാൻ പോയിട്ട് വരാം. ഞാൻ ബാലേട്ടൻ നോക്കിയിട്ട് വരാം. ഓ എന്റെ ബാലേട്ടാ, പോയി കിടക്കാന്ന്. എന്തൊരു പൊടിയത്. മനോജാ, മനോജ് ഇങ്ങോട്ട് വീടി എടുക്ക് വേഗോ. വീടിയൊന്നുമില്ല. ഇന്ന് മിക്കവാറും വീഡിയോ പൂട്ടേണ്ടി വരും. രാത്രി 12 മണിയായാലും വീഡിയോ പൂട്ടാത്തോനാ. എന്താ ഈ നേരത്തെ പൂട്ടി പോന്ന്? ഇന്ന് മിക്കവാറും ഈ ഏരിയയിലെ പീടിയൊക്കെ പൂട്ടേണ്ടി. എന്താന്ന് പറ. എന്നൊരു കാര്യം പറയാം. ഞാനൊരു പറയോ? ഇപ്പത് മയക്കം കിട്ടി പ്രസംഗിച്ചിറക്കലാന്നല്ലേ പണി. എന്നാലും ഞാൻ പറയൂ ആരോടെങ്കിലും. എനിക്ക് പറഞ്ഞു കുരിപ്പ്. എന്നാലും പറഞ്ഞാല് അത് പിന്നെ അല്ല, ഞാനൊരു പറയരുത്. ഒന്നാളെ ഞാൻ ചേട്ടാ പറഞ്ഞോ. ആയിക്കോട്ടെ ചൂടാ. ഒക്കെ ശരിയെത്തരാം. ഇപ്പൊ ശരിയെത്തരാം. ഇതൊന്ന് സെറ്റാക്കിയില്ലെങ്കിൽ ഞാനാറെ കുഞ്ഞു പോയ.
നിർത്തടാക്കി നിർത്തി. നീ അറിഞ്ഞോ? നോക്ക്, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞ പറയൂല. വിട്ടോ, പൊടി 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 പോട്ടെ പോട്ടെ. ഞാനാരോടും പറയൂല, ഞാനാരോടും പറയാതിരിക്കില്ല. അതെ അമ്മാമ്മേ, നമ്മുടെ ബാലേട്ടൻ ഇതിലൂടെ പോകുന്ന കണ്ടി നിങ്ങള്? ഓ കണ്ടിനേനു. കഴിഞ്ഞ ആഴ്ച പേരാമ്പ്രന്ന് കുറ്റ്യാടിക്ക് പോകുന്നുണ്ട്, പിന്നെ കണ്ടിക്കില്ല. ആ ബാലിന്റെ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടാവും. എന്തേ? ഇനി വെള്ളത്തിന്റെ അടിയിലായിരുന്നു. ഗൂഗിൾ മത്തായിയേ, ഗൂഗിൾ മത്തായിയേ, 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 ഗൂഗിൾ മത്തായിയേ. എന്താ പുള്ളേ? ശരിയായിട്ട് കണക്ക് ഒരു ബഹുമാനം പറഞ്ഞ സാധനല്ലേ. ഒറ്റയടി എന്തുണ്ട് പപ്പ ഉള്ളേന്നോ? പപ്പ ഏട്ടനെ വിളിക്കടാ. ഞാൻ വന്ന് എന്തിനാ നമ്മളെ ബാലേട്ടുണ്ടല്ലോ, ബാലേട്ടൻ ഇടം കാണാനില്ലടോ. ഇനി എന്റെ KFC നോക്കിയിട്ട് എവിടുന്നെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു. ഞാൻ കുത്തി വെക്കുന്ന സാധനല്ല എന്റെ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എന്ത് സിസ്റ്റമാറ്റിക് സാധനം വെച്ചാൽ ഇനി ഒന്ന് കണ്ടുപിടിച്ച് നന്നായി. ഇനി എന്റെ എല്ലാ സാധനം എടുത്തും കൊണ്ടുവരും പോയിട്ട് മറ്റേ സാധനം കൊണ്ട് എടുത്തോ. ബാലേട്ടൻ എവിടെയാന്നുള്ള അറിയണല്ലോ. എടാ ഗൂഗിളെ മറന്നോണ്ട എല്ലാ സാധനവും എടുത്തോ. എടുത്തടോ. IMA എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ പോയിട്ടൊക്കെ പിടിക്കാൻ ചെലക്കാണ്ട് നിക്ക്. എന്നാ ചെയ്തോട്. ഒന്ന് വേഗം നോക്ക്. കിട്ടിയോ? എവിടെയുള്ളത്? മൂപ്പരിതാ ബീച്ച് റോഡ് വൈദ പോന്ന. ബാലേട്ടാ, ഇപ്പൊ പത്രം ഒന്നും ആരും വായിക്കല്ലേ. നിങ്ങൾ പഴഞ്ചനാ. ഇപ്പൊ ഇന്റർനെറ്റ് യുഗല്ലേ. അറിയാടോ. പിന്നെന്തിനാ നിങ്ങൾ പത്രം ഒന്നും ഇങ്ങനെ വായിക്കുന്നത്? ഞാന് മന്ത്രിയല്ലേ, അപ്പൊ ഈ ഒപ്പിട്ടിട്ട് ഈ അക്ഷരങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി. അപ്പോ ഓർത്തെടുക്കാനായിട്ടേ എന്നും ഒരേ പത്രം തന്നെ വായിച്ചുകൊണ്ട് നിന്നിട്ട് ഇങ്ങക്ക് എന്തിട്ടാനാ? എടോ, എന്നൊരു പത്രമല്ല, നമ്മൾ ഓരോ ദിവസവും ഓരോ പത്രങ്ങളായി വായിക്കുന്നുണ്ട് കേട്ടാ. ഈ പത്രം വായിച്ചിട്ടൊന്നും കാര്യമില്ലേ. അല്ലാണ്ട് തന്നെ ഞാൻ ഇത്രയും കാലം ജീവിച്ചില്ലേ. അതുകൊണ്ടാണ് ഇയാൾ അവിടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടാ. സ്ഥലത്തി നിങ്ങൾ ഇറങ്ങിന്ന്. ഇവിടാണ് ആ സ്ഥലം. ഇവിടെ തന്നെ. അങ്ങോട്ട് പോകാൻ പറ്റൂല. അങ്ങോട്ട് പോകാൻ പറ്റൂലേ? ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ലാന്ന്. പൈസ കോംപ്രമൈസ് പിടിക്കുമ്പോ വണ്ടി സ്പോട്ടിലെത്തുന്ന സ്ഥലം വേണം. അവിടെ ഇങ്ങനെ കയറി ഇറങ്ങണം. അതതിന്റെ ഒരു മാസ്. അല്ലാതെ നടന്നു പോവല്ല. ആയിക്കോട്ടെ. എന്തായിക്കോട്ടെ എന്ന് എവിടെയാണ് പോയത്? പ്രായപൂർത്തിയായി പെൺകുട്ടികളെ തല്ലാൻ പറ്റുമെന്ന്. രാണി, നീ സമാധാനപ്പെട്ട് കരയല്ലേ. മക്കൾ എത്ര വലുതായാലും മക്കള് തന്നെയാ ബാലേട്ടാ. നിങ്ങൾക്കറിയോ, തൊഴിലുറപ്പിന് പോയിട്ട് കണ്ട പാട്ട് ഇതൊക്കെ പെറുകിട്ടാ ഈ മക്കളെ ഞാൻ പോറ്റുന്നത്. മഴക്കാലമായ ഇയാൾക്ക് പണി ഉണ്ടാവില്ല, എന്നാലും ഇവിടുത്തെ അടുപ്പ് നന്നായിട്ട് പോയിക്കുന്നുണ്ട്. ഞാൻ ഈ കുട്ടിക്ക് നന്നായിട്ട് തിന്നാനും കൊടുക്കുന്നുണ്ട്. അവനവന്റെ ഗതി വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ ഈ മക്കളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി എടുക്കുന്നത്. എന്നിട്ട് ഒരു ചെയ്യുന്ന പണി എന്താ? ഇപ്പൊ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാതെ മാനക്കേട് ഉണ്ടാക്കി. എനിക്ക് വയ്യ മോളെ. പോട്ടെ, കരയണ്ട. ഈ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഒരാദ്യം വെപ്രാളം കൂടുതലാ. അത് നമുക്കിപ്പോ മനസ്സിലാവില്ല. അത് ഇതുപോലൊരു അമ്മയാണ്. ആ വേദന കുറച്ച് കൂടുതലാ കേട്ടാ. അപ്പൊ ആൺമക്കളുടെ അച്ഛന്മാർക്ക് ബേജാറല്ല നിങ്ങൾ പറയുന്നേ? ഉണ്ടല്ലോ, ഇവരെക്കാ കൂടുതൽ ഇങ്ങക്കാ. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വരിക. ഇവൻ NIT അഡ്മിഷൻ കിട്ടിയതേ ഉള്ളൂ. എത്ര ലക്ഷം കൊടുത്തെന്നറിയോ? നീ ചെയ്ത് തെറ്റ്.
ഇന്നലെ അവന്റെ പരിങ്ങൾ കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. ആ ഇന്നലെ സന്ധ്യക്ക് ഇവനെന്റെ കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച്. അപ്പോഴേ ഞാൻ നകുലേട്ടനോട് പറഞ്ഞല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ വരാതെ പായിട്ട് കിടന്ന്. പാതിരക്കുണ്ട് ബാഗുമായിട്ട് പോന്നു. ഓന്റെ പിന്നാലെ നോക്കുമ്പോ ഇവിടുത്തെ പെണ്ണുണ്ട്. ഇവിടുന്ന് പോയിട്ട് എന്തെടുക്കാനാ? എടോ, അന്യനാട്ടിൽ പോയ നാട്ടുകാർ സഹായം പോലും ഉണ്ടാവില്ല. ഇവിടെയാണ് ഇവരാരെങ്കിലും കാണും. ബാല, ഓനെ ഞാൻ എന്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാണുന്നത്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതേ നകുലേട്ടാ, നിങ്ങൾ രണ്ട് വീട്ടുകാരും പരസ്പരം അടുത്തറിയാവുന്നവരല്ലേ? നിങ്ങൾ പരസ്പരം സ്നേഹിച്ച പോലെ നാളെ മക്കളെ സ്നേഹിക്കട്ടെ. മണിയേട്ടാ, ഇങ്ങോട്ട് വന്നാട്ടെ. നമ്മളെ കോഴിക്കോട്ട് അങ്ങാടിന്ന് നകുലേട്ടാ, പ്രണയം ഒരു തെറ്റല്ല. അതും പരസ്പരം അറിയാവുന്ന ആളുകൾ. അപ്പൊ അതിനൊരാഴം കൂടും. നിങ്ങൾ രണ്ട് വീട്ടുകാരും ഒന്നായാലേ ഇന്ത്യയും ചൈനയും ഒന്നായ പോലെ ഇരിക്കും. അതുകൊണ്ട് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കല്യാണത്തിന് രണ്ട് വീട്ടിലും കൂടെ ഒരു പന്തൽ പോരെ. അത് മാത്രല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പാർക്ക്, ബീച്ചിൽ പോകാം, ഒരുമിച്ച് വേറെ കല്യാണ പാർട്ടിക്ക് പോവാം, ഹണിമൂണിന് പോവാം. ഇവിടെ തത്തം പറഞ്ഞേ കൂടെ അല്ല നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? ഹണിമൂണല്ലേ പോണ്? അത് ഒരു വീക്കോളേ. ഇനിയിപ്പോ വല്ല വിശേഷം ഉണ്ടായാല് നിങ്ങൾക്ക് ഒരുമിച്ച് ആശുപത്രിയിൽ പോവാം, ചോറൂണ് നടത്താം. എന്തിനൊരു ശക്തി നിങ്ങളെ തകർക്കാൻ പറ്റൂല. നിങ്ങൾ ഒരുമിച്ച് നിന്ന വേറെ ലെവലായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി കേട്ടാ? പിന്നെ ഇത് നടത്തൂല. എങ്ങോട്ടാണ് കേറിക്കൂടാ? അങ്ങോട്ടല്ലടോ, ഉദ്ദേശിച്ച് പോണ്ടത്. തീരുമാനം ഞാനാക്കും. ആ വീട്ടിൽ പോയിനു. ഞാൻ എങ്ങനെയാ നിങ്ങളിലാണ്ട് കാര്യം പറയാ? ഞാൻ നിങ്ങൾ ഏടൊക്കെ നോക്കി നടന്ന്. ഞാൻ പുറത്ത് പോയി നോക്കണ. എവിടെ പോയി നോക്കിയിട്ട് കാര്യമില്ല. ഇനി പോകാത്തൊരു സ്ഥലമല്ല അന്ന്. അല്ലേ ബാലം വിവരം അറിഞ്ഞിട്ടുണ്ടാവോ? അതെന്തായാലും പപ്പു അറിയിച്ചിട്ടുണ്ടാവേ. ഇമ്പക്ക് വേഗം പോകാ. ഇമ്പള് നേരം വൈകണ്ട. ആ ശാന്തേച്ചി നിങ്ങൾ അറിയില്ലേനാ? ഇല്ല, ഞാൻ നിങ്ങളെ ഫോൺ ചെയ്തിനല്ലോ. വാ എന്നാ വാ ഇങ്ങോട്ട്. നമുക്ക് വേഗം പോയി നോക്കാം. അനക്ക് മീൻ കിട്ടിയില്ലേനോ? 50 ഉറുപ്പിക്ക് 2 മത്തിയല്ല ഇപ്പൊ പൂച്ച കൊണ്ടുപോയി. എന്നാലും ഇത് അറിഞ്ഞിട്ട് നമ്മള് പോയില്ല, മോശല്ലേ? പിന്നെ അല്ലാണ്ട് എന്താണ് എന്താണ് കേൾക്കുന്നില്ലേ? കാഞ്ചന എവിടെ? കാഞ്ചന എവിടെയെന്ന് കാര്യം പറ. എവിടെയെന്ന്? കാന്തരിന്റെ മുമ്പ് കൂടെ കൂടെ ഓളിപ്പം കോളേജിലേക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് സെറ്റും സാരിയും കൊടുത്ത് പോയിട്ടുണ്ട്. സെറ്റ് സാരിയാ? ബാലേട്ടാ, കോസ്റ്റ്യൂം വരെ കറങ്ങി. എന്താ ഇവിടെ? എന്താ ബാല, നിങ്ങളെന്താ ഇവിടെ? ഇവരിൽ എന്നെ കാണാൻ വന്നതാ? നിങ്ങളെന്താ ഇവിടെ? എന്താ ബാല എന്നോട് ഇങ്ങനെ പറയുന്നേ? ഞാൻ ഒന്നല്ല ബാല. എനക്കെന്താ ബാല ഭ്രാന്തുണ്ടോ? എന്താ ഇത്? ഇങ്ങനെ സംഭവം? ഞാൻ പോവന്നെ. നോക്കണം. എന്താ ബാല? എന്തേനു? ഇവള് എവിടെ പോയി കിടക്കാണ്? ഒരാവശ്യത്തിന് വിളിച്ചാൽ ചെവി പൊട്ടി കിടക്കുക. പാട്ട് കേട്ടിട്ട് എന്ത് കേട്ട് കാടി? എന്താടാ? സീമയ്ക്ക് എന്താ പറ്റിയ? സീമക്കെന്ത് പറ്റാനാ?
നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. നിങ്ങളെ മോളുടെ അല്ല കാഞ്ചന. അവൾ ആ ജോണിക്കുട്ടിനെ രജിസ്റ്റർ മാരേജ് ചെയ്ത്. ബാല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതറിഞ്ഞിട്ട് ചങ്കുമുട്ടി കിടക്കത്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂന്നോ? അത് നടക്കൂന്ന് എനിക്ക് നേരത്തെ അറിയാം. ആ കിടക്ക് നോക്കും അറിയാം. ഇവക്കാ താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമരപ്പൂവൊന്നു ചൂടി വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു കണ്ണിൽ കവിതയുമായി കണ്ണിൽ കവിതയുമായി പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. വെളിച്ചം ദുഃഖമാണ് കാഞ്ചനെ, തമസല്ലോ സൗകര്യപ്രദം. സുഖപ്രദന്നല്ലേ? അല്ല, എന്റെ സൗകര്യപ്രദം. ഈ നല്ല പാട്ട് നിർത്തിക്കളഞ്ഞു. ഓലെന്തല്ലോ വർത്താനത്തിലാ. ഇന്നെന്താ ഇന്ന് വരുവാന്നേ ഇപ്പോയെ? അറിഞ്ഞു വെച്ച് മിണ്ടാണ്ടൊക്കെ എന്നോട് പറയണ്ടേ? മറ്റുള്ളവരെ പേഴ്സണൽ കാലത്തിൽ ഇമ്മളോട്ടെ പറയരുത്. ബാലേട്ടാ, ഓര് വന്നിട്ടോ? എന്താ പപ്പു സംഭവം? എന്താ സംഭവം? എന്താ സംഭവം ഒന്നും അറിയേലേ? ഇല്ല. ഞാനൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഞാനാ പറഞ്ഞ ആരോട് പറയാൻ നിൽക്കണ്ട. കണ്ടോ? ചെറുപ്പത്തിൽ എല്ലാ ചേട്ടന്മാരും അനീറ്റിമാരെ തോളത്തെടുത്തോണ്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിവിടെ പറയണ്ട. ചേട്ടന്റെ മനസ്സ് നല്ലോണം അറിയാലോ. ഇവളെ ഈ വിശ്വസിക്കണ്ട. ഇവളെ ഈ വിശ്വസിക്കണ്ട. ഇവക്ക് നാട് മുഴുവൻ പ്രണയായിരുന്നു. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. നാണമില്ലടാ. ഉണ്ടെങ്കിൽ താൻ എന്റെ കൂട്ടുകാരനാവോ? സ്വന്തം സഹോദരൻ പോലെയാണ്ടാ എന്നെ കണ്ടത്. ഇനി ജസ്റ്റ് ഒരു ചേഞ്ച്, ഒന്നളിയനായിട്ട് കണ്ടാതി. യോണിക്കുട്ടേ, നമ്മളെ കോഴിക്കോട്ട് അങ്ങാടിന്ന് ഈ വേറൊരു മുനിസിപ്പാലിറ്റി ക്ലർക്കാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. എങ്ങനെ നോക്കിയാലും സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുകളിലാണ് ആ രാഷ്ട്രീയക്കാരൻ. എനക്കുള്ള പണിയേ അത് ഞാൻ തന്നിരിക്കും. നീ ആദ്യം പോയിട്ടേ ഒരു പഞ്ചായത്ത് ഇലക്ഷനിലെങ്കിലും മത്സരിച്ച് ജയിച്ചിട്ട് വാർഡ് കൗൺസിലറെങ്കിലും ആയിട്ട് വാ. എന്നിട്ട് പണി തരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും.
അത് വേണ്ട. എന്ത് കാണാൻ നിൽക്കുക? എല്ലാം പറയാൻ കേട്ടില്ല, എന്ത് കാണാൻ നിൽക്കുക? എല്ലാം പോട്ടെ. ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ കോഴിക്കോട് അങ്ങാടിയില് ഈ ജോലിക്കുട്ടിയായിട്ട് ഒരു ബന്ധം എനിക്കുണ്ടാവില്ല. ഇത് കോംപ്രമൈസ് ആരും വരണ്ട. ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാം വിട്ടോ. നടന്നോളൂ, നടക്ക്. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നത്. നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരി. വാ. നിക്കടാടാ. പോലെ 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 ഷോ കഴിഞ്ഞില്ല, കുറച്ചും കൂടി ഉണ്ട്. നിക്ക് നിക്ക്, വാ വാ വാ. ഏടി ഒരു പെണ്ണിനെ കൂട്ടിട്ട് കാര്യം വരുന്നേ. നിക്കടാ. അതാണമ്മ. കേട്ടരുത്, വീട്ടിൽ കേട്ടരുത്, ഒറ്റൊന്നും കേട്ടരുത്. ഒളിക്കുട്ടിയെ ഇപ്പൊ എങ്ങനെണ്ടാ? ഇറങ്ങി പോടാ. പിന്നെന്താ നിക്കണേ? ഇറങ്ങിപ്പോ. ഒരു സ്ഥലത്ത് തന്നെ കേറ്റൂല. നീ സിനിമയിലും സീരിയലൊക്കെ നിലവിളക്കുമായിട്ട് അമ്മമാര് കടന്നു വരുന്നില്ലേ? അകത്ത് പോയതിന് ശേഷം ആ ചെറിയ പെണ്ണ് സിനിമയിലും സീരിയലിന്റെ ഒക്കെ ആളാണ്. നീ പേടിക്കണ്ട. ഇപ്പൊ ഒരു നോക്കിയോ, ഒരു മാസം എൻട്രി അയക്കും. വിളക്കെടുക്കാൻ പോയതാ. ചെറിയ പെണ്ണ് വിളക്കായിട്ട് വന്നോ ബാല? വന്നോ? അത്തേക്ക് കയറ്റുവേ. മൊത്തം സ്ക്രിപ്റ്റ് കയ്യിലുണ്ടല്ലേ? ഓ, വലത് കാലി വെച്ച് കേറും. നീ സിനിമയും സീരിയലൊന്നും കാണാനില്ലേ? അവരത് കാണുമ്പല്ലേ നമ്മള് വർത്താനം പറയും. അതൊക്കെ പോട്ടെ, കേറി കേറി കേറി. ഹലോ, ഇന്ന് ഞാൻ പൊളിച്ചടക്കൂടാ. ഓക്കെ, ഓടാ. എന്ത് എന്താ ബാലേട്ടറ്? ഇവര് പോയല്ലേ? പെങ്ങളെ കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ കല്യാണത്തിന് ഒറ്റ പന്തല് പോരാ രണ്ട് വീട്ടിലും. ഇവനെന്തൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞ്? കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പാർക്ക് പോവാം, ബീച്ചിൽ പോവാം. വേറെ എന്തെല്ലാം ഉണ്ടാവില്ല പറഞ്ഞ്? വിശേഷം ഉണ്ടാവില്ല, ഒരുമിച്ച് ആശുപത്രി പോവാം, ഒരുമിച്ച് ചോറൂണ് നടത്താം. ഞാനങ്ങോട്ട്. ഞാനങ്ങോട്ടല്ല. ഓൻ രക്ഷപ്പെട്ടു ബാല. ഹലോ, ഷൂട്ടിങ്ങിലാ? ഷൂട്ടിങ്ങിനൊന്നല്ല, ഞാൻ വാച്ചിങ്ങിലാ. വാച്ചിങ്ങിലോ? ഞാൻ കുറെ നേരം അന്നെങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. ഉണ്ടാവും, ഞാൻ മൊത്തം ഓട്ടത്തിലായി. എന്താ പ്രശ്നം? അപ്പൊ നിങ്ങള് പ്രശ്നം അറിയൂല? ഇല്ല. നമ്മളെ ബാലേട്ടന്റെ പെങ്ങൾ ഒളിച്ചോടിന്ന്. ഒളിച്ചോടിക്കേ? ആ, ആരെ കൂടെ? തൊട്ടടുത്ത വീട്ടിലെ ജോണിക്കുട്ടിയായിട്ട്. ആണോ? ആ, അത് ശരി. അപ്പൊ മൊത്തം പ്രശ്നം ഉണ്ടാവില്ല? മൊത്തം പ്രശ്നാന്നോന്നോ? ഭയങ്കര പ്രശ്ന. ഞാൻ പോട്ടെന്നാല്, വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയുണ്ട്. എന്നാ ശരി, കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൊത്തം പ്രശ്നമായിക്കുന്നു. ആ പ്രശ്നമാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കഥകളുണ്ട്. ആ കഥേൻ്റെ തുടക്കമാണ്. നമ്മളെ കോഴിക്കോട്ട് അങ്ങാടിന്ന്